തിരുവനന്തപുരത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരണം, തലസ്ഥാന നഗരിയെ ഒരു ഹൈടെക് നഗരമായി മാറ്റണം, ബാംഗ്ലൂർ പോലെയോ കൊച്ചി പോലെയോ ഒക്കെ ഒരു ഹൈടെക് സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റണം എന്നുള്ള ഒരു വികസനത്തിന്റെ ഏറ്റവും വലിയ പാത തിരുവനന്തപുരത്ത് നൽകണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതിൽ തലസ്ഥാനം തന്നെ പിടിക്കാൻ കഴിഞ്ഞത് BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. BJP വലിയ കുതിപ്പ് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് എന്നുള്ളത്. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട്, പ്രവർത്തകർക്ക് പങ്കുണ്ട്, അണികൾക്ക് പങ്കുണ്ട്, നേതാക്കന്മാർക്കൊക്കെ പങ്കുണ്ട്. ഈ മാധ്യമങ്ങളുടെ പങ്കെന്ന് പറയുമ്പോൾ BJP എത്രത്തോളം അവർ തള്ളിപ്പറയുന്നു അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് BJP കയറി പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ നരേന്ദ്രമോദിയെ പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ അവഹേളിച്ചും അപമാനിച്ചും ഒക്കെ പല സമയത്തും ഗുജറാത്ത് കലാപത്തിന്റെ പേരിലൊക്കെ ഒരുപാട് അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ട ഒരാളാണ്. പക്ഷെ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അതേ നിൽക്കുന്നു. വിമർശനങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് കൃത്യമായി BJPയിലെ ഓരോ നേതാക്കന്മാർക്കും താഴെത്തട്ടുള്ള പ്രവർത്തകർക്കും അറിയാം. അതാണ് BJPയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. കൂടെ മറ്റൊരു കാര്യം നോക്കിയാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും മേയർ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ആര്യ രാജേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ്? ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ മേയർ, തലസ്ഥാനത്തെ മേയർ, 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചരിത്രത്തിൽ ആദ്യമായാണ് CPM അല്ലെങ്കിൽ ഒരു പാർട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെ മേയറാക്കുന്നത്.